സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും കുറഞ്ഞു. രാജ്യാന്തര വില $60 ഇടിഞ്ഞ് $4042 കേരളത്തിലും സ്വർണ്ണവില കുറയാൻ സഹായിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 35 രൂപ കുറഞ്ഞ് 13,220 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 1,05,760 രൂപയുമായി. ചെറുകാരറ്റ് സ്വർണ്ണങ്ങളുടെ വിലയിലും സമാനമായി കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10,860 രൂപയും 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 8,645 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,460 രൂപയാണ് വില. അതേസമയം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 235 രൂപയിൽ തന്നെ തുടരുകയാണ്. തുടർച്ചയായ 5-ാം ദിവസമാണ് വെള്ളിവില മാറാതെ നിൽക്കുന്നത്. രാജ്യാന്തര വില $60 ഇടിഞ്ഞ് $4,042 എത്തിയതോടെയാണ് കേരളത്തിലും ഇന്ന് സ്വർണ്ണവില ഇടിഞ്ഞത്. മധ്യപൂർവേഷ്യൻ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നത് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സ്വർണ്ണവിലയിലെ വലിയ മുന്നേറ്റത്തെ തടയുകയും ചെയ്തിരുന്നു. ആഗോളതലത്തിൽ $US ശക്തി പ്രാപിച്ചതും പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്കുകൾ പെട്ടെന്ന് ഇളവുകൾ വരുത്തിയേക്കില്ലെന്ന സൂചനകളും സ്വർണ്ണത്തിലേക്ക് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലുള്ള ഒഴുക്ക് കുറച്ചു. ഇതും സ്വർണ്ണവില ഇടിയാൻ കാരണമായി. കഴിഞ്ഞ കുറച്ചു നാളുകളായി 1,05,000 രൂപയിൽ തന്നെ നിൽക്കുകയായിരുന്നു സ്വർണ്ണവില. ഇതിനിടെ ജൂലൈ 27-ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തുകയും 1,06,000 കടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജൂലൈ 28-ന് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തുകയും വീണ്ടും 1,05,000 രൂപയിൽ എത്തി നിൽക്കുകയും ചെയ്തു. അതേസമയം ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ ഇന്നത്തെ സ്വർണത്തിന്റെ വിപണി വിലയ്ക്കൊപ്പം പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് നൽകണം. അതായത് ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി കൂട്ടിയാൽ പോലും ഇന്നൊരു പവൻ ആഭരണമായി വാങ്ങണമെങ്കിൽ 1,14,750 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും. ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസമുണ്ടാകും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.